ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായാവി ട്രേഡിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ചാനൽ മാറിപ്പോയി, നാടൻ ബ്ലോഗേഴ്സ് പോയി. ഓക്കെ, അപ്പൊ നമ്മള് മായാവി ട്രേഡിംഗിൽ നമ്മൾ ഒരുപാട് ദിവസമായി നമ്മള് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്. അപ്പോ ഒന്നുമല്ല, നമ്മൾ എന്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് ഇടാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊന്ന് വായിച്ചു നോക്കണേ കേട്ടോ. 18 വയസ്സിന് വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മൾ പ്രധാനമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുള്ളൂ. അല്ലാതെ വ്യൂവേഴ്സ് കൂട്ടാനും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനും, ഒരു ട്രേഡറിനെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിനെക്കാട്ടും 1000 മടങ്ങ് നമുക്ക് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കും. 1000 മടങ്ങ്, 1000 ടൈംസ്. ഓക്കെ, അതിന്റെ മേലെ നമുക്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ രാവിലെ തന്നെ ഞാനൊരു ട്രേഡ് എടുത്തു. നമ്മുടെ ഇതേ സ്ട്രാറ്റജി ഞാനിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ലോസിലേക്കാണ് പോയത്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സ്ട്രാറ്റജി ഒരു 80 നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, 80 to 90 ആ ഒരു പെർസെന്റേജ്, അല്ലെങ്കിൽ ഒരു 80 to 85, അല്ലെങ്കിൽ 80 എബോ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ മാക്സിമം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണ് ഇതിന്റെ മെയിൻ. ഓക്കെ, പ്രാക്ടീസ് ആണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രാക്ടീസ് മാക്സിമം എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നോ അവിടെയാണ് നിങ്ങൾക്ക് എന്താണ് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് കംഫോർട്ടായി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡറാണ് സാധിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ചെറിയൊരു വീഡിയോ മാത്രമായിരിക്കും. ഓക്കെ, സ്ട്രാറ്റജിയും കാര്യങ്ങളും അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് വളരെ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. പക്ഷേ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു മാസങ്ങളോളം നിങ്ങൾ ചെയ്യണം. ഓക്കെ, ദിവസം ഒരു 25 അല്ലെങ്കിൽ 50 ട്രേഡിങ്ങിൽ നിങ്ങൾ ഇതിൽ നിന്ന് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ്. നിങ്ങൾ ട്രേഡ് എടുക്കുക, മാക്സിമം ട്രേഡ് എടുക്കുക. എവിടെ എടുക്കണം? നിങ്ങൾ എതിലെടുക്കണം? ഡെമോ അക്കൗണ്ട് എടുക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ബോളിഞ്ചർ ബാൻഡ് ഇവിടെ നമ്മൾ ഒരു 8 ആക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവേ. ഇത് ടോപ്പ് റെഡ് ആക്കുന്നു, മിഡില് അങ്ങനെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇവിടെ നിന്ന് ഞാനൊരു ഡൗൺ എടുത്തു. ഒരു ഫസ്റ്റ് ആണ്, വളരെ ഫാസ്റ്റ് ആണ്. എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ് ബോളിഞ്ചർ ബാൻഡ് ആയാലും ശരി, കെൻഡ്ര ചാനൽ ആയാലും ശരി, അതിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ബെർമുഡ ട്രയാങ്കിൾ പോലെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആകും, ഒരു മാഗ്നറ്റ് പോലെ. ഓക്കെ, ഈ ഇത് ഇരിക്കുന്നതല്ലേ ഈ ക്യാൻഡിൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മെറ്റൽ, അയൺ ആണ്. ഓക്കെ, മെറ്റൽ ആണ്. ഇത് മാഗ്നറ്റിക് ആണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? മെറ്റലും മാഗ്നറ്റിക് ആകുമ്പോൾ എന്താ സംഭവിക്കുക? എത്ര പുറത്തേക്ക് പോയാലും അല്ലെങ്കിൽ എത്ര ഔട്ടിലേക്ക് പോയാലും അതിനെ പെട്ടെന്ന് തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരാനുള്ള ആ ഒരു എന്തുണ്ടാവും? ആ ഒരു പ്രവണത ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ സ്ട്രാറ്റജി എന്താണ്? എപ്പോഴൊക്കെ ഇതിനെ വിട്ടു പോകുന്നുണ്ടോ, പുറത്തേക്ക് പോകുന്നുണ്ടോ, അത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കും? മാക്സിമം ഓൾമോസ്റ്റ് എന്തായിരിക്കും അത് തിരിച്ച് ഈ ചാനലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബോളിഞ്ചർ ബാൻഡിലേക്ക് വന്ന് തട്ടാനുള്ള, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്ന് തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്? റെസിസ്റ്റൻസ്. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ? ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത് നോക്കുക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത്. ഇനി നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഇല്ലാത്ത നോക്കാം. കാഡ് JPY. അതെ, കാഡ് JPY എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അപ്പിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഒരു അപ്പിലേക്ക് ഞാനൊരു ട്രേഡ് എടുക്കും. ഇവിടെ എന്താണ് ട്രേഡ് എടുത്ത് ഞാൻ അപ്പിലേക്ക്
നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഇതിലേക്ക് വെച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന വിധത്തിൽ ഞാൻ എടുക്കുകയാണ്. ഇവിടെ എല്ലാവരും വലിയ വലിയ ഡയലോഗുകൾ ഓരോരുത്തർ എടുത്ത് പറയുന്നുണ്ടാവും. മനസ്സിലാകുന്നുണ്ട്? എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരും. നിങ്ങൾ എന്താ പറയാ, എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആവുന്നത്? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരാൾക്ക് പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് പറ്റില്ല. ഡെയിലി പ്രോഫിറ്റബിൾ ഇറങ്ങാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ VIP ഗ്രൂപ്പില് നമ്മൾ ഡെയിലി പ്രോഫിറ്റിലാണ് ഇറങ്ങുന്നത്. എത്ര ഇത് വന്നാലും നമ്മൾ പ്രോഫിറ്റില് ഇറങ്ങും, അല്ലേ? അപ്പോ അതൊക്കെ സാധിക്കില്ല, അതൊന്നും സാധിക്കില്ല. എങ്ങനെ സാധിക്കില്ല? ഞാൻ പറയാറുണ്ട്, ഞാൻ അവരോട് പറയുന്നത്, സാറേ സുഹൃത്തെ, 160 170ഓളം VIP മെമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ലൈവ് ട്രേഡ് എടുത്ത് നമ്മൾ കൊടുക്കുന്നതാണ്, ലൈവ് ട്രേഡ് എടുത്ത് ചെയ്യുന്നതാണ്. അതിൽ അവിടെ എന്ത് കള്ളത്തിന്? കാരണം ഞാൻ ചാറ്റ് നോക്കുന്നത് പോലെ ആയിരിക്കും എന്റെ VIP മെമ്പേഴ്സ് അവർ ഓരോരോ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് നോക്കുന്നത്, അല്ലേ? കർണാടകയിൽ ഇരുന്ന് നോക്കുന്നവരുണ്ട്, കേരളത്തിൽ ഇരുന്ന്, തമിഴ്നാട്ടിൽ ഇരുന്ന് എല്ലാം നോക്കുന്നവരുണ്ട്. എല്ലാ മിക്ക സ്റ്റേറ്റുകൾ, ഹിന്ദി, നോർത്ത് ഇന്ത്യയിൽ വരെ നമ്മുടെ VIP ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ ട്രേഡ് നോക്കുന്നുണ്ട്. അതിൽ ഞാൻ എന്ത് കാണിക്കാനാ? ഞാൻ അപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ അപ്പ് എടുക്കുന്നു. അതിന് നമുക്ക് എന്തെങ്കിലും ഫേക്ക് കാണിക്കാൻ പറ്റുമോ? അല്ലെ പിന്നെ എനിക്ക് മാത്രം പിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ലോസ് കാണിക്കണം. അങ്ങനെയാണെങ്കിലോ? അങ്ങനെ നടക്കുന്നുണ്ടോ? അതിന്റെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട്. അത് ട്രേഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെന്ന് ട്രേഡ് എടുത്തതിന്റെ സ്ക്രീൻഷോട്ട് വരെ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഗ്രൂപ്പിൽ വരുന്നുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാ നിങ്ങൾ ഈ ഓരോരുത്തര് എന്താ പറയാ, നിങ്ങൾ എന്ന് പറഞ്ഞ ഉദ്ദേശം പറയുന്നവര് എന്ത് ഇതാക്കിയിട്ടാ നിങ്ങൾ അവരെ പറയുന്നവരെന്താ അറിയോ? ഗ്രൂപ്പിലുള്ളവരല്ല, നമ്മുടെ ട്രേഡിംഗ് ഗ്രൂപ്പിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരല്ല. അവർ ചിലവര് പുതിയതായിട്ട് എന്താ പറയാ, ഇതേപോലെ ട്രേഡിങ്ങിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട് ഇട്ടവരാണ്, തുടങ്ങിയവരാണ്. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ എന്താ പറയാ, ചാണകടിച്ച് തന്നെത്താനെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയെ നോക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ഇതന്നെ ഇത്രയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇപ്പൊ JPY ഇവൻ മേലോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ തരാം. നിങ്ങൾ നോക്കിക്കോ, കറക്റ്റ് ആയിട്ട് നോക്കിക്കോ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഓക്കെ? JPY നോക്കിക്കോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഡൗണിലേക്ക് എടുക്കും, ചിലപ്പോൾ ഞാൻ ഡൗണിലേക്ക് എടുക്കാൻ പോവാണ്. ഞാൻ ഡൗണിലേക്ക് എടുക്കാൻ പോവാണ്. പക്ഷെ ഇത് ചിലപ്പോ എന്താവും, ചിലപ്പോ ഒരു MTG എടുക്കേണ്ടി വരും, 1 സ്റ്റെപ്പ് MTG എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ റെസിസ്റ്റൻസ് ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ 90% ഇത് താഴോട്ട് പോകാനാണ് ചാൻസ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയാ, ഒരു ഗോഡായിട്ടോ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ആയിട്ടോ നമ്മൾ ഒരിക്കലും ട്രേഡിങ്ങിനെ കാണരുത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ, നമ്മളെ തന്നെ വിലയിരുത്താൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ എല്ലാം തികഞ്ഞവനാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ട്രേഡിങ്ങിനെ എല്ലാം അറിയാം, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഈ ഒറ്റ ഈ സിഗ്നൽ എല്ലാം ഞാൻ എടുക്കുന്ന എല്ലാ സിഗ്നൽസും പിന്നാകും, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാനോ ഇതാക്കാനോ പാടില്ല. ബൈ ചാൻസില് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ഞാൻ എടുത്തത് എങ്ങനെയാ? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഞാൻ റെസിസ്റ്റൻസിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചിലപ്പോ ഒരു 1 സ്റ്റെപ്പ് മാർക്കെങ്കിലും എടുക്കേണ്ടി വരും, ചിലപ്പോ. മനസ്സിലാവുന്നുണ്ട്? ചിലപ്പോ എടുക്കേണ്ടി വരും, അല്ല? അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ? കാരണം നമ്മൾ ആരും, ഇപ്പൊ ഞാനായാലും ശരി, ആരായാലും ശരി, എന്റെ ഒരു അറിവിൽ ആരും ഒരു 100% ട്രേഡർമാരൊന്നല്ല ഇവിടെ. ഇത് നിങ്ങളുടെ മുമ്പിൽ തന്നെ എടുക്കുന്ന കേട്ടോ, ഓക്കെ? ഇത് നിങ്ങളുടെ മുമ്പിൽ തന്നെ എടുക്കുന്നതല്ലേ? അപ്പൊ നമ്മൾ ആരും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ അല്ല. മീൻസ് പ്രോഫിറ്റബിൾ എന്നല്ല, നമ്മൾ ആരും ഒരു 100% ഒരു ട്രേഡർ അല്ല. നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും എടുക്കുന്നത് മുഴുവൻ 100% എടുക്കാൻ പറ്റും? എവിടെയെങ്കിലും ലോസുകൾ വരും. ഈ എടുക്കുന്നവരുണ്ടാവട്ടോ, ദൈവമേ എനിക്കറിയത്തില്ല, പക്ഷെ എടുക്കുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അത് ലോസ് വരാം. അതൊക്കെ ഇപ്പൊ ഞാൻ അപ്പിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ക്യാൻഡിൽ എനിക്ക് ഇത് ലോസ് വരാം. അപ്പൊ എന്റെ അടുത്തുള്ള എന്റെ കയ്യിലുള്ള നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്യാൻഡിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇപ്പൊ നിലവിലുള്ള ലോസിനെ ഞാൻ ക്ലിയർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ?
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡിലുള്ള എന്താ പറയാ മണി മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് കൂടെ നമുക്ക് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ് എന്ന് നമുക്ക് കാണുമ്പോഴൊക്കെ വളരെ സിമ്പിൾ ആണെന്നൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, പക്ഷേ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ഞാൻ പെട്ടെന്ന് എടുക്കും. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് എടുത്ത് അതെടുത്തു, യൂറോസ് ചെയ്തു, കാഡ് ചെയ്തു, USD എറേഴ്സ് എടുത്തു, അത് ആട്ടു ഇത് ആട്ടു, അതൊക്കെ ഞാൻ പെട്ടെന്ന് എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത്? ഞാൻ എന്റെ പ്രാക്ടീസ് കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുക. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് പൈസ കൊണ്ടേ കളയുന്ന ഒരു മേഖലയാണിത്. വളരെ ഈസി. കാരണം എന്താ പറയുക, ഇതിലേക്ക് പൈസ ഇട്ട പിന്നെ പൈസക്ക് വാല്യൂ നമുക്ക് തോന്നൂല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മൾ ഇതിലേക്ക് ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രേഡിങ്ങിന്റെ ഏതൊരു അക്കൗണ്ടിലേക്ക് അതിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. നമ്മൾ 100 രൂപയ്ക്കിടും 500 രൂപയ്ക്കിടും 1000 രൂപയ്ക്കിടും 10,000 2000 രൂപ ലാഭം വന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ എന്നിട്ട് പിന്നെയും ആർത്തിയോട് നമ്മൾ അടുത്ത പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ അടുത്തടുത്ത ട്രേഡ് എടുക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ തികച്ചു കിട്ടാത്ത ഒരു വ്യക്തിയാണ് ദിവസം 2000 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ അവന് മതിയാവില്ല. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കടല് പോലെയാണ്. അതിന്റെ തീരത്ത് നിന്ന് നമ്മുടെ സംഗീതജ്ഞന്മാർ പറയുന്ന പോലെ തീരത്ത് നിന്ന് പതുക്കെ നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്ത് നമ്മൾ വേഗം പോയിക്കോളാം. നമ്മൾ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ആ എന്തോരും ഇങ്ങനെ വെള്ളം നമ്മളെയും കൂടെ നമ്മുടെ കാലും കൂടെ വലിച്ചുകൊണ്ട് അത് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ മുഴുവൻ നമ്മളെ കൊണ്ടുപോകും. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. നാളെ ഉണ്ടല്ലോ, ദൈവം നമുക്ക് ആയുസ് തന്ന അത്രത്തോളം കാലം ഈ മാർക്കറ്റ് ഉണ്ടാവും. കാരണം ട്രേഡിങ് ഒരിക്കലും നിന്നു പോകില്ല. ട്രേഡിങ് കൊണ്ടാണ് ലോകം തന്നെ ഇതാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോ ചിലവരുണ്ട് ട്രേഡ് എടുക്കാൻ പോയി, ഇവിടെ ഒരു ട്രേഡ് എടുത്ത് നോക്കാം. ഒരു ട്രേഡ് എടുക്കാൻ പോവാണ്. ട്രേഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും പാനൽ അങ്ങോട്ട് മേലോട്ട് അപ്പിലേക്കോട്ട് പെട്ടെന്ന് പോയി അപ്പൊ തന്നെ ചാടി അങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ എടുക്കരുത്. നിങ്ങൾ ആക്രാന്തം കാണിക്കരുത്. കറക്റ്റ് പറഞ്ഞാൽ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ആ ട്രേഡ് അവിടെ കയ്യിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അങ്ങ് പോയിക്കോട്ടെ. നമുക്കെന്താ പോകും, നമുക്ക് അടുത്ത സിഗ്നൽ കിട്ടും, അല്ലെ അടുത്ത ഇത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ട്രേഡ് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സൈക്കോളജി ആയിട്ട്, അല്ല ഇങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പണം കളയാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പക്ഷെ പണം ഉണ്ടാക്കാൻ വളരെ പാടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമാണ് ഇതിൽ ഏറ്റവും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിൽക്കുന്നത് എന്താണെന്നറിയോ? ലോസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബാക്കി പ്രോഫിറ്റ് ഒക്കെ ദൈവം തമ്പുരാന്റെ കയ്യിലാണ്. പക്ഷേ ലോസ് മാത്രം അത് നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഡോളർ ലോസ് വന്നു. ഞാൻ തീരുമാനിക്കുകയാണ്, ഈ $1 ഇവിടെ ലോസ് വന്നു, ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യില്ല. എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് $1 ഇന്നത്തെ. ഞാൻ നിർത്തി. ഇനി നാളെ മുതലേ തുടങ്ങുള്ളൂ. അത് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് തീരുമാനിക്കാം, അല്ലെ? എന്ന് വെച്ചാൽ എന്റെ ലോസിനെ എനിക്ക് തീരുമാനിക്കുന്നതാണ്. എന്റെ ലോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതിന് വേറെ ഒരാളുടെ ഇത് വേണ്ട. പക്ഷെ പ്രോഫിറ്റ് അത് എന്താണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണ്, ഞാൻ ഇപ്പോഴും എത്ര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ നേരെയുള്ളവൻ കനിയൻ വേണം. ഓക്കെ, അപ്പോ ഞാൻ ആരെയും മോശമായിട്ട്, ഇതിലിപ്പോ നിരീശ്വരവാദിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മോശമായ അവർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, എനിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി, എന്നാ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആണ് എന്താ ഒന്ന് പറയില്ലേ, നിത്യാഭ്യാസി ആനയെ ചുമക്കും, അങ്ങനെ എന്തോന്നില്ലേ? അതാണ് പ്രാക്ടീസ്. ലോകത്തിൽ ഒരാള് പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരാള് പോലും പ്രാക്ടീസ് ഇല്ലാതെ, ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ടോപ്പറായിട്ട് പഠിക്കുന്ന കുട്ടികള് അവര് പ്രാക്ടീസ് ആണ്. അവര് പഠിച്ച് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാണ്.
മുന്നോട്ട് വന്നിരിക്കുന്ന ഒരുപാട് പേര് എന്നല്ല, എല്ലാരും. ആരൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്? മുകേഷ് അംബാനി വെറുതെ ഇരുന്നിട്ടാണോ എന്നത്? ധീരുഭായ് അംബാനി വെറുതെ ഇരുന്നിട്ടാണോ മുന്നോട്ട് വന്നത്? ഓക്കെ, നിങ്ങൾക്ക് പറയാം, ഓക്കെ ധീരുഭായ് അംബാനിന്റെ കയ്യിലെ പൈസ ഉള്ളതുകൊണ്ടാണ് മുകേഷ് അംബാനി ഇത്. അല്ല, ആ പൈസ ഉണ്ടായിട്ട് മാത്രം അങ്ങനെയാണെങ്കിൽ അനിൽ അംബാനി എന്തുകൊണ്ടായില്ല? മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. നിങ്ങൾ ഈ ചുറ്റുവട്ടത്തിലൊക്കെ ചിന്തിക്കണം. എന്താണ് എന്ത് കാര്യവും മണി മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പരിശ്രമിച്ചാൽ മാത്രമേ, പരിശ്രമം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. പരിശ്രമിച്ചാൽ മാത്രമേ മുന്നോട്ട് മുന്നേറുള്ളൂ. നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് പൈസ തരും. എല്ലാ സ്ട്രാറ്റജിയും പ്രോഫിറ്റബിൾ ആണ്. എങ്ങനെ പ്രോഫിറ്റബിൾ ആണ്? നന്നായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ. നിങ്ങൾ ഏത് ഇനി ഒരു കാര്യം, നിങ്ങൾ ഏത് സ്ട്രാറ്റജി നിങ്ങൾ എനിക്ക് കൊണ്ട് തന്നു, ബ്രോ എനിക്ക് ഈ സ്ട്രാറ്റജിയിൽ എനിക്ക് പ്രോഫിറ്റ് എടുത്തു കാണിച്ചു തരുമോ? നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്തു. എനിക്ക് അതിന് ടൈം തരണേ, അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. നിങ്ങൾ ലോകത്തിലെ ഏത് സ്ട്രാറ്റജി നിങ്ങളും, ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കത് പഠിക്കാനുള്ള എന്താ പറയാ, ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്, അല്ലെങ്കിൽ ആ പഠിക്കാനുള്ള ഒരു വാശി എനിക്കുണ്ട്. ഞാനത് പഠിച്ചെടുത്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു. ഏത് സ്ട്രാറ്റജി, ലോകത്തിലെ ഏത് സ്ട്രാറ്റജി, ട്രേഡിംഗ് സ്ട്രാറ്റജി കേട്ടോ. ശരി എന്നാ, ഓക്കെ, ബൈ, ടേക്ക് കെയർ.